ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, എസ്തേറിൻ്റെ പുസ്തകം 14-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവേ, അങ്ങ് സകല ജനതകളിൽ നിന്ന് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തുവെന്നും ഞങ്ങളുടെ പിതാക്കന്മാരെ അവരുടെ എല്ലാ പൂർവികന്മാരിൽ നിന്ന് ഒരു ശാശ്വത അവകാശമായി തിരഞ്ഞെടുത്തുവെന്നും അവരോട് വാഗ്ദാനം ചെയ്തതെല്ലാം അങ്ങ് നിറവേറ്റിയെന്നും ജനനം മുതൽ ഞാൻ കുടുംബഗോത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, വലിയ ഉത്കണ്ഠയുടെ സമയത്ത്, ജീവിതത്തെ സംബന്ധിക്കുന്ന മരണതുല്യമായ പ്രതിസന്ധിയുടെ സമയത്ത് എസ്തേർ രാജ്ഞി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഭാഗം നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. 14-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിങ്കലേക്ക് ഓടി. അവൾ വസ്ത്രാഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും വസ്ത്രം ധരിച്ചു. വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തലമൂടി ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തി. അലങ്കരിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് മറച്ചു. അവൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു: എൻ്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്. സ്നേഹമുള്ളവരെ, വളരെ ഭീതിജനകമായ, ഭയാനകമായ, ജീവിതത്തെ സംബന്ധിക്കുന്ന വലിയ പ്രതിസന്ധിയുടേതായ ഒരു സമയത്ത് എസ്തേർ രാജ്ഞി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ദൈവസന്നിധിയിൽ സ്വയം എളിമപ്പെടുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 13-ാം അധ്യായം അവസാനത്തെ വാക്യം ഇപ്രകാരമാണ്: എല്ലാ ഇസ്രായേൽക്കാരും അത്യുച്ചത്തിൽ കരഞ്ഞു, കാരണം അവർ മരണം മുൻപിൽ കാണുകയായിരുന്നു. ഇത് എസ്തേറിനെ സംബന്ധിക്കുന്ന മാത്രം ഒരു പ്രതിസന്ധി ആയിരുന്നില്ല. ഇത് എസ്തേറിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിരുന്നില്ല. എല്ലാ ഇസ്രായേൽക്കാരെയും നശിപ്പിക്കുവാൻ പോരുന്ന, എല്ലാ ഇസ്രായേൽക്കാരെയും സംബന്ധിക്കുന്നതായ ഒരു പ്രതിസന്ധിയുടെ ഭീതിജനകമായ സന്ദർഭത്തെക്കുറിച്ച് നാം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, എല്ലാ ഇസ്രായേൽക്കാരും മരണം മുന്നിൽ കണ്ട് അത്യുച്ചത്തിൽ കരഞ്ഞുവെങ്കിലും ഒരു വ്യക്തി മാത്രമാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനും ദൈവസന്നിധിയിൽ എളിമപ്പെടുവാനും ദൈവസന്നിധിയിൽ പ്രാശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ മാത്രം വിശ്വാസവും പ്രകടിപ്പിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? എസ്തേർ രാജ്ഞി മാത്രം എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ മുഴുവനും ബാധിക്കുന്നതായ ഈ പ്രതിസന്ധി ഉരുണ്ടുകൂടുമ്പോൾ ഈ എസ്തേർ എന്ന വ്യക്തി മാത്രം എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനും ദൈവസന്നിധിയിൽ സ്വയം എളിമപ്പെടുത്തുവാനും ദൈവസന്നിധിയിൽ പ്രാശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും തയ്യാറാകുന്നത് എന്നതിൻ്റെ കാരണമാണ് 5-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്. കർത്താവേ, അങ്ങ് സകല ജനതകളിൽ നിന്ന് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തുവെന്നും ഞങ്ങളുടെ പിതാക്കന്മാരെ അവർ എല്ലാ പൂർവികന്മാരിൽ നിന്ന് ഒരു ശാശ്വത അവകാശമായി തിരഞ്ഞെടുത്തുവെന്നും അവരോട് വാഗ്ദാനം ചെയ്തതെല്ലാം അങ്ങ് നിറവേറ്റിയെന്നും ജനനം മുതൽ ഞാൻ എൻ്റെ കുടുംബഗോത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഒരു രാജ്യവും ഒരു ദേശവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ഇവിടെ ഒരു വ്യക്തി മാത്രം ദൈവസന്നിധിയിൽ വിശ്വാസത്തിൻ്റെ വലിയ പ്രതിഫലനമായി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നത് ആ വ്യക്തിയുടെ
വ്യക്തിപരമായ കുടുംബ ജീവിതത്തിൽ ആ വ്യക്തി അനുഭവിച്ചറിഞ്ഞതായ ഒരു കുടുംബ സംസ്കാരത്തിൻ്റെ സവിശേഷത കൊണ്ട് എസ്തേറിൻ്റെ കുടുംബത്തിന് സവിശേഷമായ ഒരു കുടുംബ സംസ്കാരമുണ്ടായിരുന്നു. ആ കുടുംബത്തിൻ്റെ ചിന്തകളെ, ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ മലിനമാകാതെ, ആ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളും സംസാരങ്ങളും അവരുടെ ചിന്തകളും അവരുടെ സ്വാംശീകരിച്ച ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഒന്നും ഈ ലോകത്തിൻ്റേതായ മാലിന്യങ്ങളോ തിന്മകളോ വികലതകളോ ചേർന്നതല്ലായിരുന്നു. പിന്നെയോ ആ കുടുംബത്തിന് സവിശേഷമായ ദൈവവചനത്താൽ സ്വാധീനിക്കപ്പെട്ടതായ, ദൈവവചനത്താൽ സ്ഫുടം ചെയ്യപ്പെട്ടതായ വിശുദ്ധമായ ഒരു സംസ്കാരം ആ കുടുംബത്തിനുണ്ടായിരുന്നു. മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞിരുന്നത്, മാതാപിതാക്കൾ പരസ്പരം സംസാരിച്ചിരുന്നത്, മാതാപിതാക്കളും മക്കളും പരസ്പരം വിനിമയം ചെയ്തിരുന്നത് ദൈവവചനത്തെ സംബന്ധിക്കുന്നതായ വിശുദ്ധമായ കാര്യങ്ങൾ മാത്രമായിരുന്നു. തങ്ങളുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ദൈവം വാഗ്ദാനങ്ങൾ നിറവേറ്റി അവരെ രക്ഷിച്ചതിൻ്റെ, അവരുടെ ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെ, അപകടങ്ങളിൽ നിന്ന് ദൈവം അവരെ സംരക്ഷിച്ചതിൻ്റെ സംഭവങ്ങളും ചരിത്രങ്ങളും പരസ്പരം പങ്കുവെച്ച് ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുന്ന, ദൈവാശ്രയത്വത്തിൽ ആഴപ്പെടുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുവാൻ, രൂപപ്പെടുത്തിയെടുക്കുവാൻ ആ കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ആ കുടുംബത്തിലെ തലമുതിർന്ന തലമുറയ്ക്ക് സാധിച്ചതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഒരു രാജ്യം മുഴുവൻ, ഒരു ദേശം മുഴുവൻ, ഒരു ജനത മുഴുവൻ ജീവിതത്തിൽ വലിയ അപകടകരമായ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചപ്പോൾ ഇവിടെ ഒരു വ്യക്തി ആ പ്രതിസന്ധിയുടെ സമയത്ത് ദൈവത്തിൽ ശരണപ്പെടുവാനും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും, അങ്ങനെ നാം ആ പുസ്തകം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, എസ്തർ എന്ന വ്യക്തിയിലൂടെ ശത്രു സംഹരിക്കപ്പെടുകയും രാജ്യം വിമോചിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, നാം ഓരോരുത്തരും നമ്മുടെ ആന്തരികതയിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു ആത്മീയമായ സംസ്കാരമുണ്ട്. ഇന്ന് ഈ ആത്മീയമായ സംസ്കാരമാണോ നമ്മുടെ ആന്തരികതയിൽ നാം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നാം ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ, നാം ഇന്ന് അറിയുന്ന സംഗതികൾ, നാം ഇന്ന് ചർച്ച ചെയ്യുകയും കൂടെ കൂടെ ചിന്തിക്കുകയും ചെയ്യുന്ന സംഗതികൾ നമ്മെ ദൈവാശ്രയത്വത്തിലും ദൈവവിശ്വാസത്തിലും ആഴപ്പെടുത്തുന്ന സംഗതികളാണോ? ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ തലമുറ, നമ്മുടെയൊക്കെ മുൻ തലമുറ, നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഒക്കെ തലമുറയുണ്ടായിരുന്നു. എല്ലാ മെയ് മാസത്തിലും, എല്ലാ മാർച്ച് മാസത്തിലും, എല്ലാ ജൂൺ മാസത്തിലുമൊക്കെ അവർ എല്ലാ ദിവസവും വണക്കമാസ പുസ്തകത്തിലെ സംഭവങ്ങൾ വായിക്കുമായിരുന്നു. ഈ സംഭവങ്ങൾ ഇന്ന് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ബൗദ്ധികമായ മണ്ഡലത്തിൽ പരിഹാസയോഗ്യമെന്ന് തോന്നിയേക്കാവുന്ന സംഭവങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിലും ദൈവികമായ കാര്യങ്ങളിലും ദൈവികമായ പ്രതീകങ്ങൾ, ജപമാല, വെന്തിങ്ങ പോലെയുള്ള ദൈവികമായ പ്രതീകങ്ങളിലും ദൈവികമായ സംഗതികളിലും വലിയ വിശ്വാസമർപ്പിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ ആ വിശ്വാസവും
ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി മാറിയ ദൈവികമായ പ്രതീകങ്ങളും ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾ വായിക്കുകയും ശ്രവിക്കുകയും ധ്യാനിക്കുകയും ഓർക്കുകയും ചെയ്തിരുന്ന ഒരു തലമുറ നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ടായിരുന്നു. അവർ വായിച്ചിരുന്നത് വായിക്കുന്ന കടലാസിൻ്റെ പോലും വിലയില്ലാത്ത കെട്ടുകഥകളായിരുന്നില്ല. അവർ വായിച്ചിരുന്നത് ഇക്കിളിപ്പെടുത്തുന്ന ഇന്ദ്രിയ സുഖങ്ങൾ മാത്രം നൽകുന്ന കേവലം നൈമിഷികമായ സുഖവും ആവേശവും നൽകുന്ന കഥകളും ഭാവനാ സൃഷ്ടികളും ആയിരുന്നില്ല. അവർ വായിക്കുകയും അവർ കേൾക്കുകയും അവർ ആവർത്തിച്ച് വായിച്ച് ധ്യാനിക്കുകയും ചെയ്തിരുന്ന കാര്യങ്ങൾ സമകാലിക ലോകത്തിൽ നടമാടുന്ന വിമർശന യോഗ്യങ്ങളായ അഴിമതി കഥകളും കുറ്റകൃത്യങ്ങളുടെ കഥകളും അവയുടെ വിചാരണകളും അവയുടെ വിശദീകരണങ്ങളും അവയുടെ നൂലാമാലകളും ആയിരുന്നില്ല. പിന്നെയോ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച വിശുദ്ധരുടെ ജീവിതത്തിൽ അവരുടെ പ്രതിസന്ധിയുടെയും അപകടങ്ങളുടെയും സമയത്ത് അവരെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവമിടപെട്ട സംഭവങ്ങൾ അവർ ആവർത്തിച്ച് കേൾക്കുകയും വായിക്കുകയും ചെയ്തപ്പോൾ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ മുൻ തലമുറ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, അവരുടെ വ്യക്തിപരമായ കുടുംബത്തിൻ്റെതായ ജീവിതത്തിൽ അപകടങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടായപ്പോൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ മുമ്പിൽ ദൈവം ഇടപെട്ട് അവരെ ആ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ നമുക്ക് പലപ്പോഴും അത് സാധിക്കാതെ പോകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം ഈ വചനഭാഗം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ വിശുദ്ധരുടെ ജീവിതങ്ങൾ വായിക്കപ്പെടാതെ പോകുമ്പോൾ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവചനത്തിൽ പ്രവാചകന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും അപ്പസ്തോലന്മാരിലൂടെയും ഈശോയുടെ മറ്റ് ശിഷ്യന്മാരിലൂടെയും അതുപോലെ തിരുസഭയുടെ ചരിത്രത്തിലെ വിശ്രുതരായ വിശുദ്ധരുടെ ജീവിതത്തിലും ദൈവം ചെയ്തതായ വലിയ കാര്യങ്ങൾ അറിയുവാൻ, വായിക്കുവാൻ, കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ നാം തയ്യാറാകാതെ പോകുമ്പോൾ, സ്നേഹമുള്ളവരെ, ദൈവവചനത്തിലും ദൈവവിശ്വാസത്തിലും അധിഷ്ഠിതമായ സംഗതികൾ പറയുവാനും കേൾക്കുവാനും ചർച്ച ചെയ്യുവാനും ഇന്ന് കുടുംബങ്ങൾ സമയവും സാവകാശവും കണ്ടെത്താതെ പോകുമ്പോൾ, സ്നേഹമുള്ളവരെ, വിശ്വാസത്തിൻ്റെ ദൈവാശ്രയത്വത്തിൻ്റെ ഒരു സംസ്കാരം ഇന്നിൻ്റെ ഇളം തലമുറയ്ക്ക് ലഭിക്കാതെ പോവുകയാണ്. ഇന്ന് നാം നിരന്തരം ആശയങ്ങൾ സ്വീകരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെയും നാം നിരന്തരം അറിവ് സമ്പാദിക്കുന്ന ഇതര മീഡിയയിലൂടെ, TV ചാനലുകളിലൂടെ, മറ്റ് മീഡിയകളിലൂടെ നാം സ്വീകരിക്കുന്ന അറിവിൽ എത്ര ശതമാനമുണ്ട് ദൈവവിശ്വാസത്തിൽ, കൂദാശ ജീവിതത്തിൽ, ദൈവവചനത്തെ സംബന്ധിക്കുന്ന ദൈവികമായ ജ്ഞാനത്തിൽ നമ്മെ ആഴപ്പെടുത്തുന്നതായിട്ട്? സ്നേഹമുള്ളവരെ, നാം ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയായത്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുകയാണ്. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരു അടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് നമ്മോട് വ്യക്തിപരമായിട്ടല്ല, ഒരു കുടുംബം, ഒരു ഭവനം എന്ന നിലയിൽ നമ്മോട് പറയുകയാ, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം.
നിങ്ങളുടെ ഹൃദയം നിറയപ്പെടേണ്ടത് ഈ ലോകത്തിൻ്റേതായ അറിവുകൾ കൊണ്ടല്ല. നിങ്ങളുടെ വിചാരങ്ങളും ചിന്തകളും നിരന്തരം നിറയപ്പെടേണ്ടത് ഈ ലോകത്തിൻ്റെ ആനുകാലികമായ സംഭവങ്ങളെക്കുറിച്ചുള്ള അറിവ് കൊണ്ടും അവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൊണ്ടും അവയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ കൊണ്ടുമല്ല. പിന്നെയോ നിങ്ങളുടെ മനസ്സ് നിറയേണ്ടത്, നിങ്ങളുടെ ഹൃദയം നിറയേണ്ടത്, നിങ്ങളുടെ ചിന്തകൾ നിറയേണ്ടത് ദൈവവചനത്തിൻ്റെ പൊരുളുകൾ കൊണ്ടാണ്. അല്ലേ? പരിശുദ്ധി അമ്മ ദൈവത്തിൻ്റെ വചനമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഈ ദൈവവചനത്തിൻ്റെ പൊരുളുകൾ സംഗ്രഹിക്കപ്പെടുവാൻ ഇടവരണം. അതിന് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിലെ വാക്യങ്ങൾ ദൈവവചനത്തിലെ വാഗ്ദാനത്തിൻ്റേതായ, ശാസനത്തിൻ്റേതായ, പ്രബോധനത്തിൻ്റേതായ, തെറ്റുതിരുത്തലിൻ്റേതായ ഈ വാക്യങ്ങൾ നിരന്തരം ആവർത്തിച്ച് വായിക്കുവാനും അവയിൽ കുറേയെങ്കിലുമൊക്കെ കാണാതെ പഠിക്കുവാനും അവ നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ആവർത്തിച്ച് ഉരുവിട്ട് മനസ്സിനെയും വിചാരങ്ങളെയും ചിന്തകളെയും എല്ലാം ദൈവവചനത്താൽ നിറയപ്പെടുവാനും കഴുകപ്പെടുവാനും, അല്ലേ? വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി മാറ്റി. വചനം തന്നെയായ ജലം കൊണ്ട് കഴുകി നമ്മെ വെണ്മയുള്ളവരാക്കി മാറ്റുകയാണ്. നാം ദൈവവചനം ആവർത്തിച്ച് ഉരുവിട്ട് നമ്മുടെ ഹൃദയത്തെ കഴുകുമ്പോൾ, നമ്മുടെ വിചാരങ്ങളെയും ചിന്തകളെയും കഴുകുമ്പോൾ, വചനത്താൽ നമ്മുടെ വിചാരങ്ങളും ചിന്തകളും മാത്രമല്ല നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ പെരുമാറ്റങ്ങളും സൗകുമാര്യതയുള്ള, മനോഹാരിതയുള്ള പ്രവൃത്തികളായി, നമ്മുടെ ജീവിതമായി, വ്യക്തിത്വങ്ങളായി പരിണമിക്കുമെന്ന് വചനം പറയുക. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. സ്നേഹമുള്ള മാതാപിതാക്കളെ, സ്നേഹമുള്ള മുതിർന്ന തലമുറയോട് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാ. ഇളം തലമുറയെ കേവലം പഠിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഹിസ്റ്ററിയും മാത്രം പഠിപ്പിച്ചാൽ പോരാ. അത് പഠിക്കുവാൻ മാത്രം പ്രേരിപ്പിച്ചാൽ പോരാ. പിന്നെയോ ദൈവവചനം പഠിക്കുന്ന, ദൈവവചനത്തിൽ ആഴപ്പെട്ട, ദൈവവചനത്താൽ നിറയപ്പെട്ട ഒരു ഇളം തലമുറ നമ്മുടെ കുടുംബങ്ങളിൽ വളർന്നു വരാൻ ഇടവരണം. വചനം പഠിപ്പിക്കണം മക്കളെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, വചനം പഠിച്ചാൽ മാത്രം പോരാ. നിങ്ങളുടെ മക്കളെ വചനം പഠിപ്പിക്കുക കൂടി ചെയ്യണം. വചനം പഠിക്കുവാൻ മക്കളെ പ്രോത്സാഹിപ്പിക്കണം. സ്വന്തം ജീവിത മാതൃക കൊണ്ടും ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ടും മാതാപിതാക്കളും കുടുംബത്തിലെ മുതിർന്ന തലമുറയും മക്കളെ വചനം പഠിക്കുവാൻ ഓർമ്മപ്പെടുത്തണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, എനിക്കെൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പറയാൻ സാധിക്കും. ഞാൻ ചെറിയ ക്ലാസ്സിൽ 5ലും 6ലും 7ലുമൊക്കെ പഠിക്കുന്ന സമയത്ത് പാലാ രൂപതക്കാരനായ ഞാൻ എൻ്റെ ചേട്ടായി 10ാം ക്ലാസ് പാസ്സായി കോളേജിൽ പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ പാലായിലെ ബിഷപ്പ് വയലിൽ ലൈബ്രറിയിൽ നിന്ന് നല്ല ആത്മീയ പുസ്തകങ്ങളും വിശുദ്ധ ജീവചരിത്ര പുസ്തകങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് എനിക്ക് തരുമായിരുന്നു. ഇത്രാമത്തെ പേജ് മുതൽ ഇത്രാമത്തെ പേജ് വരെ ഇന്ന ദിവസത്തിനുള്ളിൽ വായിക്കണമെന്ന് പറയുമായിരുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ആ കുഞ്ഞുനാളിൽ 5ലും 6ലുമൊക്കെ പഠിക്കുന്ന സമയത്ത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെയും വിശുദ്ധ അമ്മ ത്രേസ്യായുടെയും വിശുദ്ധ ഡോൺ ബോസ്കോയുടെയും വിശുദ്ധ പീറ്റർ അൽക്കാന്തറായുടെയും ഒക്കെ ജീവചരിത്രങ്ങൾ വായിച്ചതിൻ്റെ ഓർമ്മ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അന്ന് ആ 10ഉം 11ഉം 12ഉം വയസ്സുള്ള പ്രായത്തിൽ ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഞാൻ വെറുതെ മറന്നു പോകുമായിരുന്നു കുറേയൊക്കെ.
അന്ന് ഞാൻ എൻ്റെ ചേട്ടായിയോട് ചോദിച്ചു, എന്തിനാ ഞാനിതൊക്കെ വായിക്കുന്നത്? ഇപ്പോൾ ഞാൻ വായിക്കുന്നതൊന്നും ഓർക്കുന്നില്ലല്ലോ. സ്നേഹമുള്ളവരെ, അന്ന് എൻ്റെ ചേട്ടായി എനിക്ക് എഴുതി തന്ന ഒരു പ്രാർത്ഥന ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നും ഓർക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരിക്കാം, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അവിടുത്തെ വെളിച്ചത്തിൻ്റെ കതിരുകൾ ആകാശത്തിന് വഴി അയച്ചള്ളണമേ, അഗതികളുടെ പിതാവേ, ദാനങ്ങൾ നൽകുന്നവനെ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന എനിക്ക് എഴുതി തന്നിട്ട് പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നീ പ്രാർത്ഥന ചൊല്ലണം. നീ വായിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നീ പെട്ടെന്ന് വിചാരിക്കും മറന്നുപോയി എന്ന്. പക്ഷേ നീ എപ്പോഴെല്ലാം ആവശ്യമായിരിക്കുന്നുവോ അപ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് അത് ഓർമ്മപ്പെടുത്തി തന്നുകൊള്ളും. സ്നേഹമുള്ള സഹോദരങ്ങളെ, വർഷങ്ങൾ കടന്നുപോയി. ഇന്നും വചനവേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ പണ്ട് വായിച്ചതായ പുസ്തകങ്ങളിൽ നിന്ന്, ആ ചെറുപ്രായം മുതൽ ഇന്ന് വരെ വായിച്ചതായ നൂറുകണക്കിന് ആയിരക്കണക്കിന് പുസ്തകങ്ങളിൽ നിന്ന് ആശയങ്ങളും സംഭവങ്ങളും അനുഭവങ്ങളും അവയുടെ ജ്ഞാനചിന്തകളും എൻ്റെ ബോധമനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇളം പ്രായത്തിൽ വിശുദ്ധരുടെ ജീവചരിത്ര പുസ്തകങ്ങളും വിശുദ്ധരായ വ്യക്തികൾ എഴുതിയ പുസ്തകങ്ങളും വായിക്കുവാൻ മുതിർന്ന തലമുറ ഇളം തലമുറയെ ജീവിത മാതൃക കൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടും ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ടും പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ ദൈവവചനത്തിൻ്റെതായ ജ്ഞാനത്താൽ സ്ഫുടം ചെയ്യപ്പെട്ട ഒരു സംസ്കാരം, വിശുദ്ധിയുടെ വിശ്വാസത്തിൻ്റെ ഒരു സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ വളർന്നു വരണം. അങ്ങനെ ഇളം തലമുറ, നമ്മുടെ കുഞ്ഞുമക്കളുടെ മനസ്സുകളിൽ മാലിന്യങ്ങൾ, ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ കടന്നുകൂടുന്നതിന് മുമ്പ് തന്നെ അവയെ പ്രതിരോധിക്കുവാൻ പോരുന്ന വിശുദ്ധരുടെ ജീവിതങ്ങളാകുന്ന, ദൈവവചനത്തിലെ സംഭവങ്ങളാകുന്ന, ദൈവവചനത്തിൻ്റെ പൊരുളുകളാകുന്ന വലിയ ജ്ഞാനത്തിൻ്റെ ഭിത്തികൾ തീർക്കുവാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൻ്റെ കുത്തഴിഞ്ഞ സംസ്കാരത്തിൻ്റെ അരുതാത്ത പ്രബോധനങ്ങളും ആകാത്ത ചിന്തകളും പാടില്ലാത്ത ശീലങ്ങളും നമ്മുടെ ഇളം തലമുറയെ സ്വാധീനിക്കുകയും പാപവഴികളിലേക്ക്, വിശ്വാസവിരുദ്ധ ചിന്തകളിലേക്ക്, കൂദാശവിരുദ്ധമായ വിശ്വാസങ്ങളിലേക്ക് നമ്മുടെ ഇളം തലമുറയെ വഴിപഴപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന അപകടകരമായ ഒരു ദിശാസന്ധിയിലാണ് നാം ജീവിക്കുന്നത് എന്ന്, നമ്മുടെ മക്കൾ ജീവിക്കുവാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ ദൈവവചനത്താൽ സ്വാധീനിക്കപ്പെട്ട, ദൈവവചനത്താൽ സ്ഫുടം ചെയ്യപ്പെട്ട, ദൈവവചനത്തിലെ ചിന്തകൾ കൊണ്ട് ഉഴുതുമറിയപ്പെട്ട, കളകളെല്ലാം പിഴുത് കളയപ്പെട്ട, വിശുദ്ധിയുടെ ദൈവവചനത്താൽ സ്വാധീനിക്കപ്പെട്ട ഒരു സംസ്കാരം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വളർന്നു വരട്ടെ. നമ്മുടെ ചർച്ചകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ നാം നമ്മുടെ സുഹൃത്തുക്കളോടായിക്കൊള്ളട്ടെ, ജീവിത പങ്കാളിയോടായിക്കൊള്ളട്ടെ, മക്കളോടായിക്കൊള്ളട്ടെ, ആരോട് തന്നെ ആയിക്കൊള്ളട്ടെ, പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ചിന്തകൾ പൊന്തി വരട്ടെ. ദൈവവചനം നമ്മുടെ ഭാഷാ ശൈലിയെ സ്വാധീനിക്കട്ടെ. മധുരം നിന്റെ ജീവിതം എന്ന പരിശുദ്ധി അമ്മയെക്കുറിച്ചുള്ള പുസ്തകം എഴുതിയ ഒരു അക്രൈസ്തവ സമുദായത്തിൽ ജനിച്ച് വളർന്ന KP അപ്പൻ എന്ന് പറയുന്ന സാഹിത്യ നിരൂപകൻ, ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന പുസ്തകം എഴുതിയ, മധുരം നിന്റെ ജീവിതം എന്ന പുസ്തകം എഴുതിയ KP അപ്പൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. താൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പുരോഹിതൻ നൽകിയ ബൈബിള് കൂടെ വായിച്ചതിൻ്റെ ഫലമായി ഈ ബൈബിൾ ഭാഷ തൻ്റെ ഭാഷയെ സ്ഫുടതയുള്ളതാക്കി മാറ്റി. ഈ ബൈബിൾ വായന തൻ്റെ ചിന്തയെ, തൻ്റെ ബുദ്ധിയെ, ഓർമ്മശക്തിയെ കൂർമ്മതയുള്ളതാക്കി മാറ്റി. അങ്ങനെ നിരൂപക സാഹിത്യത്തിൽ വളരെ ആഴമുള്ള നിരൂപണങ്ങൾ എഴുതുവാൻ ഈ ബൈബിൾ വായന, ബൈബിൾ പഠനം അദ്ദേഹത്തിന് കാരണമായി എന്ന്. സ്നേഹമുള്ള മാതാപിതാക്കളെ,
സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ദൈവവചനം ഇത്തരത്തിൽ സ്വാധീനിക്കുവാൻ സാധിക്കത്തക്ക വിധം ദൈവവചനം വായിക്കുന്ന, ദൈവവചനം സ്വാധീനിക്കുന്ന, ദൈവവചനത്താൽ സ്ഫുടം ചെയ്യപ്പെട്ട ഒരു സംസ്കാരത്തിൻ്റെ, സംസ്കൃതിയുടെ ഇടങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. അതിനു വേണ്ട കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.